വണ്ടി ചാട്ടി. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്. പെട്ടു ഗൈസ്, ഞങ്ങളുടെ വഴി തെറ്റി. ഞങ്ങൾ വന്ന വഴി ആകെ പാളി റോട്ടിൽ നിൽക്കാണ്. ഗൂഗിൾ വെച്ച് ഞങ്ങളെ വഴി തെറ്റിച്ചു. പറഞ്ഞത് ആ തള്ള പറഞ്ഞൊക്കെ ഇട്ട് വരണ്ടാന്ന്. ഞങ്ങള് പെട്ട് നിൽക്കാണ്. ഫുൾ പെരുവഴിയിൽ ഞങ്ങളിത് വേറെ ഒരാളില്ല. വണ്ടി തള്ളുണ്ട്. ഫോണ് റേഞ്ച് ഇല്ല. അപ്പൊ നിങ്ങള് ഈ സ്ഥലത്തേക്ക് വരുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള്. ഫോണ് റേഞ്ചില്ലാട്ടോ. BSNL സിമ്മ് ഇവിടെ മസ്റ്റാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോ. ഞങ്ങൾ വഴിയിൽ ഞങ്ങളൊരു ചേട്ടനെ കണ്ടിട്ടുണ്ട്. ആ ചേട്ടനോട് നമ്മൾ വഴി ചോദിക്കാം. ഇതാ നമ്മുടെ സ്ഥലത്തിന് വരുന്നില്ലെന്ന്. വെള്ളക്കാരിത്തടം. ചേട്ടാ അതെ, ഇവിടെ ഈ വെള്ളക്കാരിത്തടം എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടല്ലേ? വെള്ളച്ചാട്ടം അങ്ങ് ഇവിടുന്ന് ഒരു ഇത് ഇവിടെ നിന്നാണ് വളവ് തിരിഞ്ഞ സെന്ററാ. സെന്ററിൽ നിന്ന് പിന്നെ ഒരു 2 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? വഞ്ചിക്കുഴി അല്ലേ? 2 കിലോമീറ്റർ ഉണ്ടാവില്ലേ? പുള്ളിയെ പോയിട്ട് വെള്ളച്ചാട്ടില്ലേ? അതന്നെ അമ്പലത്തിന്റെ അവിടെ 2 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് തിരിഞ്ഞ. അതല്ലേ? ആനയൊക്കെ ഉണ്ടാവുന്നല്ലേ? ഓക്കെ ഓക്കെ. മറ്റുള്ള കാരണം അവരുള്ളിലാവും രാത്രി ഇറങ്ങുള്ളൂ. വണ്ടിയുമ്പോ പോകൂടാ. വണ്ടിയും പോവാം. ഞങ്ങളെ ഫോണിൽ റേഞ്ചില്ലേ. ഞങ്ങൾ ഇവിടെ നിന്നല്ലേ വരണേ. അപ്പൊ നിങ്ങൾ ഈ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറഞ്ഞു തരും. അതല്ലേ? വണ്ടർ കയറ്റുണ്ട്. ശരി. അതല്ലേ? 2 മണിക്കൂർ 2 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന് കഴിഞ്ഞാൽ. അത് കുഴപ്പമില്ല നമുക്ക് പോവാം. ശരി കേട്ടാ. ഞങ്ങൾ നടത്തറയെന്നാണ് വരണേ. അവിടെ നിന്ന് വരണേ കേട്ടാ. ശരി ചേട്ടാ. എന്താ പേര്? സവനു. ശരി. നമ്മൾ ഒരു മറ്റേ യൂട്യൂബിന്റെ ചാനലാണ്. അപ്പൊ അതിന് വേണ്ടി ഇറങ്ങിയതാ. ശരി. ഓക്കെ ചേട്ടാ, താങ്ക് യു. അങ്ങനെ നമ്മൾ എത്തിയില്ല എന്ന പോലെ കാടിൻ്റെ ഉള്ളാകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സുഹൃത്തിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫോണിൽ ചാർജ് ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആള് ആ കാണുന്ന തന്നെ ആളുടെ വീട്. അപ്പോൾ ആള് വീട്ടിൽ പോയിട്ട് ചാർജ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ വെള്ളം? നല്ല തെളിഞ്ഞ വെള്ളം. ഇതാണ് കാടിനോടുള്ള നമ്മളെല്ലാവരും ആകർഷിക്കുന്ന സംഭവങ്ങൾ. നല്ല വെള്ളം. ഇവിടെ ഒന്നിലും മായല്ലേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ആള് വരുന്നുണ്ട്. അപ്പോൾ ആള് നമ്മളെ ഒരു ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിട്ട് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് വഴി. പോണാണ് നമ്മുടെ ചേട്ടൻ. നമ്മൾ കാട്ടിലേക്ക് എപ്പോഴും പോകുമ്പോൾ എല്ലാം ശ്രദ്ധിച്ച് കേട്ടോളൂ. അറിയണവരുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയാണ് പറയണേ. നമ്മൾ കാട്ടിലേക്ക് എപ്പോഴും പോകുമ്പോൾ ഇവിടുത്തെ സപ്പോർട്ടേഴ്സ് ഉള്ള ആൾക്കാരായിട്ട് ഒന്നും മാക്സിമം പോകാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ആനയുടെ മുള്ളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല. ഇതേ പുള്ളിക്കാരെ ഓടി പോകണം കേട്ടോ. നമ്മളവിടെ എത്തിക്കുക എന്നുള്ള ദൗത്യത്തോടു കൂടി ആൾ ഞങ്ങളെ കൊണ്ട് അവിടേക്ക് ഇനി പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ആനയുണ്ടോ അവിടെ? ഇറങ്ങാറില്ല അല്ലേ?
അല്ല ഇത് എന്താ ചേട്ടൻ്റെ പേര്? അക്ഷയ്. അക്ഷയ്. എൻ്റെ പേര് ആൽഫിൻ. എൻ്റെ പേര് ജിഷ്ണു. ഞങ്ങളുടെ നടത്തറ പോയിച്ചിട്ട് നമുക്ക് ചാനലുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സഹായിക്കുക വന്നതിൽ നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ അറിയാണ്ട് കിടക്കുന്ന സ്പോട്ടുകൾ നമ്മൾ എല്ലാവരിലേക്ക് എത്തിക്കുക. ഇതാണ് നമ്മുടെ അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ അങ്ങട് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽ കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങൾ എന്നുവെച്ചാൽ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾ ബുദ്ധിമുട്ടരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഒഴിവ് സമയങ്ങളിൽ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ആർക്കും അറിയാത്ത സ്പോട്ടുകളാണിത്. ഇതിലേ പോണല്ലേ? അപ്പോൾ അപ്പുറത്തോട്ടൊരു വഴി ഉണ്ട്, അതിൽ പോകാൻ പറ്റുമോ? വെള്ളത്തിൽ കൂടെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടുപേരും ഷൂ ഇട്ട് വന്ന് പണി വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തിരി ടാസ്ക് എടുത്ത് കാടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കണം നമുക്ക്. അപ്പോൾ അതെ നമ്മൾ അങ്ങോട്ട് ഇതേ ഉള്ള ദൗത്യത്തിലാണ്. കാടിൻ്റെ ഉള്ളിൽ കൂടെ രണ്ടുപേരും മുന്നിൽ പോകുന്നുണ്ട്. അയ്യോ ചേട്ടൻ ജസ്റ്റ് സ്ലിപ്പായി വീണു. വഴുക്കലുണ്ട്, മഴയൊക്കെ പെയ്ത് ഒക്കെ സീനായി കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ പരമാവധി ഇങ്ങനത്തെ സ്പോട്ടുകളൊക്കെ വരുമ്പോൾ നോക്കി വന്നോളോ. ആനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ ടൈമായ കാരണം ഇറങ്ങാത്തതാണ്. രാത്രി ടൈമൊക്കെ ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ പരമാവധി എല്ലാവരും നോക്കി വരാം. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടണതാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവർക്കും വരാം. നല്ല സ്പോട്ടാണ്. അങ്ങനെ നമുക്ക് ഇതൊന്നുമില്ല, ഒഴിവ് ടൈമുകളിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പോട്ടുകളാണ്. അവിടെ ആൾക്കാരിക്കുന്നത് പ്രകൃതി വിരുദ്ധന്മാർ കൈയടക്കി ഇങ്ങനത്തെ സ്ഥലങ്ങൾ. അതാണ് നമ്മുടെ നാട്ടിലെ മെയിൻ പ്രോബ്ലം. ഇപ്പോൾ നല്ല നല്ല സ്പോട്ടുകൾ പിന്നെ അറിയാണ്ട് ഇറങ്ങണതിലൊക്കെ ഇതുപോലെ കുറേ പേരുണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ 1-2 വീഡിയോയിൽ എടുത്തിട്ടും നമുക്ക് ഇടാൻ പറ്റാത്ത കുറച്ച് വീഡിയോകളും ഉണ്ട് ഇങ്ങനത്തെ പ്രോബ്ലങ്ങളായിട്ട്. അപ്പോൾ അത് ഞങ്ങളുടെ എത്താറായിട്ടുണ്ട്. നമ്മൾ പോണ വഴിയിൽ ആന ഇറങ്ങി കുത്തിയിട്ടുള്ള ഒരു ബദാമല് മരം ഉണ്ട്. കുനിഞ്ഞിട്ടൊക്കെ പോണതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ മേളിലെ ആനയുണ്ടെന്നാണ് പറയണേ. അപ്പോൾ നമുക്ക് ടാസ്ക്കാണ്. അങ്ങനെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ഈ ചേട്ടനെ കണ്ടു. പേരെന്താ? ഇത് നമ്മുടെ ചേട്ടൻ്റെ അച്ഛനാണ്. അപ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ആളെ കണ്ടുമുട്ടിയേ. ഇനി നമുക്കൊന്നും പേടിക്കാനില്ല, കാരണം ഇവരൊക്കെ ഇവിടെയുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മളറിയാത്തവരായിട്ട് മാക്സിമം നമ്മൾ കാട്ടി പോകാണ്ടിരിക്കും. ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാം. ഈ വഴി കണ്ടോ? ഈ വഴി ഇപ്പോൾ ആന ഇറങ്ങിപ്പോയിട്ടുള്ള വഴിയാണ്. ശരിക്ക് കാടിനുള്ളിൽ സംസാരിക്കാൻ പാടില്ല. അപ്പോൾ ഇനി അങ്ങോട്ട് സംസാരം ഉണ്ടാവില്ല. ഈ തടമൊക്കെ ആന ഇറങ്ങി വരുന്ന വഴിയാണ്. പിടിയാന ഉണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞു വെച്ചാൽ നമുക്കിത് ശരിക്കും കാണാൻ പറ്റേണ്ടതല്ല. നമ്മളിവിടുത്തെ ആൾക്കാർ കണ്ട കാരണം പോകാൻ നോക്കിയത്. പക്ഷേ രാമചന്ദ്രേട്ടൻ പറഞ്ഞു, പിള്ളേരെ വായോ നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആളെ നമ്മളെ കൊണ്ടുപോകണേ. ആൾ ചിരിക്കണ് പറയുമ്പോൾ മാസ്ക് വെച്ചിട്ട്. ഫുള്ള് സപ്പോർട്ടാണ് നമുക്ക്. അതെ, ഇത് ആനപ്പിണ്ടാണ്. അപ്പോൾ ആന വന്ന ഇവിടെ ചെറിയൊരു
വെള്ളച്ചാട്ടം പോലെ സംഭവം ഇങ്ങനെ പോകുന്നുണ്ട് വെള്ളത്തിൽ മറ്റേക്ക് കൈ വഴി. കണക്റ്റഡ് ആണ്. നമ്മൾ നേരത്തെ എടുത്തുള്ളതിലേക്ക് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം അവസാനമായിട്ട് എപ്പോഴായിട്ട് ആനനെ കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് വരൂല്ലേ? ആ ഇതാ ഒക്കെ ആന വന്ന് ഫുള്ള് കളിക്കണ സ്ഥലങ്ങളാണ്. ഏതോ വഴി അതാണ് നല്ലത്. അവിടെ ഫുള്ള് കാടാണ്, അതിൽ പോകണം നമുക്ക് ടാസ്ക്കാണ്. ആന എന്തായാലും വരും. നമ്മൾ ചെറുതായിട്ട് വഴി വെട്ടിത്തെളിച്ചൊക്കെ പോകുന്നുണ്ട്. അറിയണവർ കൂടി ഉണ്ടെങ്കിൽ മാത്രം വരാം. ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് മെയിനാണ്. അല്ലെങ്കിൽ പറഞ്ഞത് വഴി ആന വരുന്ന ടൈമിന് വഴി തെറ്റി ഓടും, പിന്നെ പണിപ്പാളും എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പാളി അവൻ്റെ ഷൂ നനച്ച് ഇറക്കാണ്. എനിക്ക് പോകണമെങ്കിലും നനയ്ക്കണം ഗായ്സ്. പെട്ടു ഗായ്സ്, ഞാനും എൻ്റെ ഷൂ നനച്ചു ഗായ്സ്. അങ്ങനെ വെള്ളത്തിൽ കൂടെ ഷൂ ഇട്ട് നടന്നു. ആ ഇപ്പൊ ഒരു പിടിയാനുള്ളത് അതാ ഓടിക്കില്ല. ആ അതിന് കൊമ്പുണ്ടായതാ, ഇതിന് വലിയ കുഴപ്പമുണ്ടായില്ല. അതിന് ആൾക്കാണ്ടെന്ന് മാറി ഇത് ഇവിടെ ഇനിയിപ്പോ കഞ്ഞിപ്പാറ പോണ്ട വേണ്ടല്ലേ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഈ സമയമായ കാരണം ഉള്ളിലേക്ക് പോണത് ഭയങ്കര ഡേഞ്ചറാ. നമുക്ക് ഇവിടുത്തെ ആൾക്കാരെ കിട്ടിയ കാരണമാണ് നമുക്കിപ്പോൾ ഇങ്ങോട്ട് വരാൻ പറ്റി തന്നെ. ഇപ്പോൾ ഒരു പിടിയാനയുടെ ശല്യാന്ന് പറഞ്ഞാൽ ഫുള്ള് ഓടിക്കലാന്ന് പറഞ്ഞാൽ അപ്പോൾ പരിചയമില്ലാത്തവരുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പണിയാകെ പെടും. ഇവിടെ അധികം നിൽക്കാൻ പറ്റില്ല, ഇവരുടെ ഒപ്പം തന്നെ പോകണം. ആന ഓടിക്കുന്നു, പേടിച്ചിട്ട് തന്നെ വേണം നമ്മൾ പോവാൻ. ചുറ്റും നോക്കി വേണം പോവാൻ. ഈ വീഡിയോ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് ഗോപ്രോ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് വീഡിയോയിലുണ്ടാവും കേട്ടോ. ആന വന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഈ ഗോപ്രോ പോയി വീഡിയോ ഇടാൻ പറ്റില്ല. പുതിയ വഴിയാണ്. ഈ സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവൂലേ? ഇതിപ്പോ നമ്മളുണ്ടാക്കിയ വഴിയല്ല കേട്ടാ, ഇതിപ്പോ ആന നമുക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടാക്കണ വഴിയാണ്. അതിലാണ് നമ്മൾ പോണേ. ഈ ടൈമിനൊക്കെ ഇവിടെ ഉണ്ടാവും എന്നാണ് പറയണേ. ആ ഇനി നമ്മൾ ഇത് വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ വെച്ച് കഴിഞ്ഞാൽ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ബേബി റണ്ണ്, ഓടാൻ കഴിവുള്ളവർ മാത്രം വന്നാൽ മതി.
സ്പോട്ടുകളും കാര്യങ്ങളും പരമാവധി ആൾക്കാർ വന്നിട്ട് ദുരുപയോഗം ചെയ്യാണ്ടിരിക്കുക. വര നമ്മൾ കാണാൻ അങ്ങനെ നല്ല ഇതാണെന്ന് കുഴപ്പമില്ല. നമ്മൾ നല്ല നല്ല പല സ്പോട്ടുകളും നമുക്ക് കയറാൻ പറ്റും. നമുക്ക് പോകാൻ പറ്റാതായ സ്പോട്ടുകളും ആക്കി മാറ്റിയിട്ടുണ്ട് കുറേ പേര് ഇതുപോലത്തെ. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. ഇത്രയും നല്ല മനോഹരമായ സ്ഥലങ്ങളൊക്കെ അങ്ങനെ ചെയ്തിട്ട് കളയാൻ പാടില്ല നമ്മൾ.